ഹലോ, വെൽക്കം ടു മൈ ഫാമിലി. അതിന് നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് കൂട്ടാൻ പരിപാടികളൊക്കെ ഉണ്ട്. ചോറ് വെക്കണം. തലേദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അത് നമ്മൾ ഇങ്ങനെ ആവി കയറ്റിയൊക്കെ എടുത്തു. ഇനി വൈകുന്നേരത്തേക്ക് ചോറ് വെക്കണം, കറിയൊക്കെ വെക്കണം. മോരുകറിയും പിന്നെന്താ പയറിരിക്കണോ, പയറ് മെഴുക്ക് പുരട്ടുണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കണേ. പിന്നെ മീൻ എന്തെങ്കിലുമൊക്കെ വറക്കാം. കൊഴുവിരിക്കുന്നുണ്ട്, അപ്പം അത് വറക്കാം. ചിലർ നെത്തോലി എന്നൊക്കെ പറയും, ഞങ്ങളവിടെയൊക്കെ കൊഴുവാന്ന് പറയാം. ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് ബ്ലോഗാണ് കേട്ടോ. ഒരു മോരുകറി, മെഴുക്ക് പുരട്ടി, മീൻ വറുത്തത്. ഞാൻ മോരുകറി വയ്ക്കുക ചെറുചേമ്പ് കൊണ്ടാട്ടോ കൂടുതലും വയ്ക്കുക. കായ കൊണ്ടൊക്കെ വയ്ക്കും, പക്ഷേ ഈ ചെറുചേമ്പ് കൊണ്ട് മോരുകറി വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ ഇഷ്ടം. പക്ഷെ ഇത് നന്നാക്കി എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്, ഊപ്പാട് വരും ചൊറിഞ്ഞിട്ട്. അപ്പം അതിനുള്ളൊരു അടിപൊളി ടിപ്പ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇതെന്തെങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കുക്കറിലേക്ക് ഇടാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി കുക്കറിലിടും. കുക്കറിലിടാം. വേണ്ട, ഞാൻ കുക്കറിലിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം, ഇത് വേവാനായിട്ട് സാധാരണ നമ്മൾ വെള്ളം ഒഴിക്കണ പോലെ കുറച്ച് വെള്ളം അത് നമ്മളതിൽ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ഒരു വിസിലടിക്കാം. ഞാൻ കാട്ടിത്തരത് എങ്ങനെയാണ് കണ്ടോ. ഇത്ര വെള്ളം മതി. അപ്പോൾ അത് അവിയിൽ കൊണ്ടങ്ങ് വെന്തോളും. എന്നിട്ട് നമ്മളിത് തൊലി പൊളിച്ച് കളയണം. അപ്പോൾ നമുക്ക് തൊലി പൊളിച്ച് കളഞ്ഞിട്ട് കാട്ടിത്തരാം. നമുക്കിനി ഇത് ഗ്യാസ് കത്തിച്ച് വയ്ക്കണം. ഒരു വിസില് അപ്പോഴേക്ക് നമുക്ക് നാളികേരമൊക്കെ റെഡിയാക്കാം. പണ്ടൊക്കെ ഞാനും അമ്മയും അനിയത്തിമാരൊക്കെ തമ്മിൽ ഈ നാളികേരം ചിരകണേനും ഭയങ്കര അടിയായിരുന്നു, കണക്ക് പറച്ചിലായിരുന്നു. എന്നോട് മാത്രം നാളികേരം ചിരകാൻ പറയുള്ളൂ, എന്താ അവളോട് പറയാത്ത? എൻ്റെ തൊട്ട് താഴെയുള്ള അനിയത്തിയുടെ പേര് ഫെമി എന്നാണേ. അവൾക്ക് പുറം പണികളാണ്, എനിക്കാണ് അകമ്പണികൾ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ നാളികേരം ചിരകി മടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്ര മതി, മതി. അത് ഭയങ്കര വലിയ മുറിയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര ഫുള്ളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെ വേണ്ട, ഇടുമ്പോൾ കാട്ടിത്തരാം. നമുക്ക് ഈ മോരുകറി വയ്ക്കാൻ അരമുറി തേങ്ങ മതിയെ. അരമുറി തേങ്ങ തന്നെ അധികമാണ്. വലിയ മുറിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമൊക്കെ എടുത്താൽ മതിയായിരിക്കും കേട്ടോ. പിന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുചേമ്പ് തന്നെ പറയുന്നത് ഒരു ഇത്തിരി കൊഴുപ്പ് കൂടിയതാണ്. പിന്നെ തേങ്ങയും കൂടി ആകുമ്പോൾ പിന്നെ ഒരു അപ്പം ബാക്കി വന്ന തേങ്ങ ഞാനിങ്ങനെ വരി കഴിക്കാറുണ്ട്. കാരണം അത്രയും കുറച്ചായിട്ട് പിന്നെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയെന്ന് വെച്ചിട്ട് ഞാനങ്ങനെ എടുത്ത് കഴിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇടാം. അതിന് ആദ്യം വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി കഷ്ണം നിങ്ങൾ ഉള്ളവർ ഇടണേ. എൻ്റെ ഒരു ഉണങ്ങി കടിച്ച ഇഞ്ചി കഷ്ണം ആയതുകൊണ്ട് ഞാൻ ഇടണില്ല. പിന്നെ ജീരകം, ഇത്ര തന്നെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ തൈര് നേരിട്ട് ചേർക്കുകയാണ് ചെയ്യണേ. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ എപ്പോഴും ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാക്കണ തൈര്. അല്ലാണ്ട് ഇപ്പം മിൽമേരിയൊക്കെ നമ്മൾ പുളി കൂടിയ തൈരൊന്നും ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല. മോരുകറിക്ക് പുളി വേണം എന്നാണ് പറയുക, പക്ഷേ എനിക്ക് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഇഷ്ടം. എന്താണെന്തോ മോരുകറിയിൽ എനിക്ക് അധികം പുളി ഇഷ്ടമല്ല. പക്ഷെ മീൻ കറിയിലാണെങ്കിലോ അടിപൊളിയും എരിവും വേണം, പുളിയും വേണം. അതെ, നമ്മളുണ്ടല്ലോ ഈ മറ്റേ മോരുകറിക്ക് നമ്മൾ തേങ്ങ, വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇഞ്ചി ഉള്ളതൊക്കെ കേടായിപ്പോയി, അപ്പോൾ അത് കാരണം ഞാൻ ഇട്ടിട്ടില്ല. ഇഞ്ചി നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അത് അരയ്ക്കുമല്ലോ, തേങ്ങ അരയ്ക്കുമല്ലോ. അപ്പോൾ ചിലവർ ഞാൻ ചെയ്യുന്ന കണ്ടേക്കുന്നത് അരപ്പ് മാത്രം അരച്ച് ഈ നമ്മൾ ഏതാണോ കഷ്ണമായിട്ട് വേവിക്കണം അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചിട്ട് ആ നാളികേരത്തിൻ്റെ ഒരു വേവൊക്കെ കഴിയുമ്പോൾ പിന്നെ തൈര് ഒഴിച്ച് കൊടുക്കുക ചെയ്യാം. അങ്ങനെ ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പം ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ തേങ്ങയിൽ തൈരിട്ട് അടയ്ക്കും.
അടിക്കും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നവന് തെറ്റി പോകുന്നത്. ഈ തേങ്ങയിൽ തൈരിട്ടിട്ട് അടിക്കുമ്പോൾ എന്നിട്ട് ഈ മിക്സ് ഈ കഷ്ണത്തിലേക്ക് ഒഴിച്ചിട്ട് വേവിക്കുമ്പോൾ പിന്നെ പിരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നമുക്ക് മോരുകറി നല്ല കുറുകിയ മോരുകറി കിട്ടും ചെയ്യും. ഇപ്പം കാളനാക്കി എടുക്കണമെങ്കിൽ നന്നായിട്ട് കുറിക്കാൻ മതി, അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഈ ഐഡിയ ചേട്ടൻ്റെ മമ്മി പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം മമ്മിക്ക് ഇങ്ങനെ കാറ്ററിങ് ഇങ്ങനെ സദ്യയൊക്കെ നടത്തുന്ന പച്ചക്കറി സദ്യ നടത്തുന്ന ഒരു ചേച്ചി പറഞ്ഞു കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ പണ്ടൊക്കെ കാലത്ത് വീട്ടിലൊക്കെ വന്ന് വെക്കുമല്ലോ, അങ്ങനെ വെക്കുമ്പോൾ ആ ചേച്ചി ഇങ്ങനെ വെക്കണം. അപ്പോൾ മമ്മി ചോദിച്ചപ്പോൾ അവരിങ്ങനെ വെക്കുകയെന്ന് പറഞ്ഞു. അപ്പം നല്ലൊരു ഐഡിയ. അപ്പം നമുക്കിങ്ങനെ ചിലപ്പോഴൊക്കെങ്കിലും ചില സമയത്തെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ തൈര് ഒഴിച്ചിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോണൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവനൊരിക്കലും പിരിഞ്ഞു പോവില്ല കേട്ടാ. നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ചു, ഞാൻ അതേ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്ന് തൊലി പൊളിച്ചെടുത്തിടണം, ഞാൻ കാട്ടിത്തരാം. എനിക്കാണെങ്കിൽ ചേനേറ്റും ചേമ്പിൻ്റെ തൊലി കളയാനൊന്നും ഇഷ്ടമല്ല, കാരണം ചൊറിയണ കാരണമാണ് ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരും നമുക്ക് സ്കിന്നിൽ. ചുവന്ന കളറ് വരും ഈ നന്നാക്കുമ്പോൾ. അയ്യോ, അതുമാതിരി ചില ചേന നന്നാക്കുമ്പോഴും പ്രശ്നം വരും. അപ്പോൾ പാവം മമ്മി പറയും ചൊറിയണുണ്ടെങ്കിൽ നന്നാക്കണ്ട, ഞാൻ നന്നാക്കിക്കോളാം എന്ന് പറയും. പക്ഷേ ഞാൻ എന്താ ചെയ്യുക, ഞാനൊക്കെ ചിലപ്പോൾ നന്നാക്കി കൊടുക്കും, കയ്യിലേക്ക് ഉറക്കിട്ടിട്ട് ഞാൻ നന്നാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ചേട്ടൻ ഈ ഐഡിയ പറഞ്ഞു തന്നെ. അപ്പോൾ ഉണ്ടടാ ഒരു കുഴപ്പമില്ല, ഒരു വിസിലടിക്കുക, അതിൻ്റെ ആവി പോകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തൊലി പോവുകയും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ വെറുതെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിടേ വേണ്ടു, പിന്നെ വേവിൻ്റെ പ്രശ്നമില്ല. ഓൾറെഡി ഒരു വിസിലടിച്ച് വെന്തിരിക്കുന്ന സാധനമല്ലേ, പിന്നെ ഈ അരപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിക്കലേ ഒരു പണിയുള്ളൂ. അപ്പോൾ വേഗം നമ്മുടെ മോരുകറി ശരിയാവും. നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കിയോളൂ കേട്ടോ. നമ്മൾക്ക് എന്തായാലും കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരത്തില്ല, കാരണം തേങ്ങയുടെ അരപ്പുകൊണ്ട് മാത്രം നമുക്ക് ചാറിൻ്റെ അളവൊന്നും തികയില്ല. പിന്നെ നല്ല കാളൻ പോലെ എടുക്കുകയാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടങ്ങ് ഒഴിച്ചേക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി ഇടും. പിന്നെ കുരുമുളക് നിങ്ങൾക്ക് അങ്ങനെ റോ ആയിട്ട് ഇങ്ങനെ കിട്ടില്ലേ, ഇങ്ങനെ മണികളായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അരപ്പിൻ്റെ കൂടെ ചേർത്തോളാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ഞാൻ ഈ പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കണേ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ മോരുകറിയൊക്കെ നന്നായി തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതേ പയറൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പയറൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞല്ല, കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കരണ്ട് പോയി, അത് കാരണം ഭയങ്കര ഒരു ഇരുട്ട് പോലെ, ഒരു ക്ലാരിറ്റി ഇല്ലാത്തണം. ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, എന്നാൽ ഈ ലൈറ്റ് കൊണ്ടിട്ടാലാണ് നല്ലൊരു ക്ലാരിറ്റി വരെ വയ്ക്കുക. ഇത്തിരി കൂടി വെള്ളം വെക്കണം, സർവ്വ മുരടിക്കണം. എന്നിട്ട് ആദൂട്ടം വന്നു, അവരത് പാല് കൊടുക്കണം. ആദൂട്ടനാണെങ്കിൽ വന്ന പാടെ അവൻ്റെ ശിവ എന്ന് പറഞ്ഞ സീരിയലും വെച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ടിരുന്ന് കാണില്ല, അവൻ അവിടെ ഇവിടെയും കിടന്ന് നടന്നുകൊണ്ടിരിക്കും. പുറത്താണെങ്കിൽ ഭയങ്കര മഴ, ഇരുട്ട് കുത്തിട്ട പെയ്തോണ്ടിരിക്കണേ. ആദൂട്ടനാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിക്കിലായിക്കൊണ്ടിരിക്കും, അവന് തൊടുമ്പോൾ കിക്കില്ല. എല്ലാവരും വന്നു, അന്നമ്മ വന്നു, അന്തപ്പം വന്നു, ആദ്യത്തിൽ ആദ്യം വന്നു. അല്ലാതെ ആദ്യത്തിൽ കുളിക്കാൻ വന്നിരുന്നമ്മ. അടുപ്പിലാണെങ്കിൽ തോറ്റു ജയിച്ചെന്ന്. അപ്പൊ നമുക്ക് മെഴുക്ക് അതിൽ സവാള വേണം, പച്ചമുളക് വേണം. അടുപ്പിൽ ഞാൻ ചിലപ്പോൾ ഒരെണ്ണം ചിലപ്പോൾ ഒരെണ്ണിട്ടില്ലേ. അപ്പം ഞാൻ സവാള എടുത്തിട്ട് കൊണ്ടുവരേ. ഞാനാണെങ്കിൽ വർക്ക് ഏരിയയിലാണ് സവാള, ഉള്ളി, വെളുത്തുള്ളി വക സാധനങ്ങളൊക്കെ വെക്കുക. പിന്നെ എൻ്റെ ഫ്രിഡ്ജും വർക്ക് ഏരിയയിലാണ്. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു സവാള മതി കേട്ടോ. അതുകൊണ്ട് വല്ലാണ്ട് കണ്ണീരൊന്നും ഒഴുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഏതായാലും ചെറിയ രീതിയിലൊക്കെ വന്നു കേട്ടോ. ചിലർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴേ കടുകും വറ്റലൊക്കെ പൊട്ടിച്ചിട്ട് സവാളയും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് പയറൊക്കെ ഇട്ട് കൊടുക്കുക. പയറോ ഏത് കഷ്ണമാണെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനാണെങ്കിൽ പച്ചമുളകും സവാളയൊക്കെ കൂടി പയറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാനത് ചട്ടി വെച്ചിട്ടുണ്ട്.
വെക്കുന്ന ഒരു പാത്രം വാങ്ങണം. പറഞ്ഞുണ്ടായിരുന്നു അത് നാശിപ്പോയി, ഇനി വേറെ ഒന്നും വാങ്ങണം എന്നും വിചാരിക്കും. വാങ്ങിട്ട് മാത്രം നടക്കത്തില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിൽ കടുക് ഇടണം, മച്ചലിടണം, വേപ്പിലിടണം, കറിവേപ്പില. ഇവിടങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ വേപ്പില എന്ന് പറയാ. പക്ഷെ ട്രിവാൻഡ്രത്തിൽ വന്നപ്പോൾ അവര് വേപ്പില എന്ന് പറയുന്നത് കയ്ക്കണ വേപ്പിന്റെ അരിയില്ലേ, അതിനെ അവര് വേപ്പില എന്ന് പറയാം. അപ്പൊ നമ്മളിങ്ങനെ എങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുമ്പോ കുറച്ച് വേപ്പിലിടണം എന്ന് പറഞ്ഞപ്പോ അവര് പറയും ആ വേപ്പിലൊക്കെ ഇടും, കക്കില്ലേ എന്ന് ചോദിക്കും. കക്കിന്റെ കറിവേപ്പില എന്ന് പറയണം, പ്രത്യേകം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. ഇപ്പൊ എന്നോട് സംസാരിച്ചവർക്ക് അറിയാം ഞാൻ വേപ്പിലാന്ന് ഉദ്ദേശിക്കുന്നത് കറിവേപ്പിലേനാണ്, കറിവേപ്പിലേനെ ആണെന്ന് അവർക്ക് പറയാം. എന്നാലും ഞാൻ ഇങ്ങനത്തെ ക്ലാരിഫിക്കേഷൻ വന്നാണ്. അതോ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം. കറി കറിവേപ്പില ഇടുന്ന സമയമായിപ്പോൾ പോയി നോക്കിയപ്പോഴുണ്ട് കറിവേപ്പിലില്ല. അപ്പം ഞാൻ വേഗം പോയി പൊട്ടിച്ചു കൊണ്ട് പോന്നു. എന്നിട്ട് ഞാനിങ്ങനെ കുപ്പിയിലിട്ട് വെക്കിട്ടു. അപ്പോൾ കുറേ നാളിങ്ങനെ കേടാവാണ്ടിരിക്കും. ചില സമയത്ത് കയ്യിനൊരു എല്ലില്ലാത്ത പോലെ തോന്നും, എന്ത് സാധനം തൊട്ടാലും വീഴും. അപ്പോൾ അതേ കടുക്കൊക്കെ പൊട്ടി ഒക്കെ കഴിയുമ്പോൾ നമ്മളിതേ പയറും സവാളയും പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നെ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കേ, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. ചിലവരൊന്നും അങ്ങനെ ഒഴിച്ചു കൊടുക്കണം കണ്ടിട്ടില്ല. ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും പെട്ടെന്നൊക്കെ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പയർ പകുതി വേവാകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കണേ. നല്ലൊരു ഫ്ലേവർ വരും. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ശരിയായിരിക്കുന്നു. മോരുകറിയൊക്കെ ശരിയായി. ഇനി നമുക്ക് വൈകുന്നേരം കഴിക്കണേക്കാളും ദിവസം നമ്മൾ കൊഴുവം വറക്കണം. അതോടുകൂടി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഫുഡ് ഓവർ. നല്ല മണം വരുന്നുണ്ടോ? ആ രണ്ടാമത്തെ സ്റ്റെപ്പില് മറ്റേ വെളുത്തുള്ളിയും മുളകുപൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ല മണം. എനിക്കറിയുന്നത് കറികളൊക്കെ നല്ല മണം മണത്ത് നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അന്നത് ബീഫിൻ്റെ സ്റ്റേജ് സമയത്ത് മണം വരും. സാറേ ഇത് നല്ല മണം, ഞാനിങ്ങനെ വലിച്ചെടുക്കും. ഈ ജോലി നേരത്തെ കഴിയേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ അനിക്ക് കൊച്ചു വിളിച്ചായിരുന്നു. അത് കാരണം നടത്താനും പറഞ്ഞ് അവളെ കുറച്ച് സമയം പോയി. അവൾ മാറ്റിയിട്ട് ഡെന്റൽ കോളേജിൽ പഠിക്കാം. എല്ലാ ദിവസവും ഒരു 3 മണിയാകുമ്പോൾ അവളുടെ സമയത്ത് ഞാനൊന്നും ചെയ്യാൻ പാടില്ല, ആരും വിളിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഭയങ്കര സങ്കടമാകും. കാലത്ത് കോളേജിൽ വിളിക്കും. എനിക്കാണെങ്കിൽ നാവില് കോളേജിൽ പോവാറായോ എന്ന് ചോദിക്കണേ പകരം ഇവിടെ 3 പേരോട് സംസാരിച്ച് കോളേജിൽ വാക്ക് വായന വരില്ല. എന്താ സ്കൂളിൽ എത്താറായ അപ്പോൾ അവിടെ ചിരിക്കും, ചേച്ചി സ്കൂളല്ല ചേച്ചി കോളേജ് ഭാവിയിൽ വരണ്ട സ്കൂളിൽ. അത് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കാൻ വേണ്ടി സ്കൂളിൽ എത്തിക്കാതെ പത്തോളം എന്നോട് കൂടി പറയും. അങ്ങനെ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടാ. നല്ല കുറുതായ ചാറ്, നമ്മൾ എന്തോരം നേരം തിളപ്പിച്ചു. അതൊക്കെ ഒന്ന് പിരിയേ അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായില്ല. എന്താ നല്ല കുറുതായി. എനിക്ക് ചാറിടാൻ മതി. കുറച്ചും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒന്നും കൂടി കുറുതാവും. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു, പിരിഞ്ഞിട്ടില്ല. ഇനി നമുക്കൊന്നും കടുകും പച്ചലും വേപ്പിലും കൂടി തളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ മോരുകറി റെഡി. നമ്മൾ താളിക്കുമ്പോഴേ കടുകും വറ്റലും കറിവേപ്പിലയും ഉലുവയും കൂടിയിട്ടിട്ട് പൊട്ടിക്കണേ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കും. പിന്നെ അങ്ങോട്ട് ഒഴിക്കുക ഇങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ കറി റെഡി, നല്ലൊരു മണവും കിട്ടും. അപ്പോഴത്തേക്കും മെഴുക്ക് പുരട്ടിയൊക്കെ ശരിയായിട്ടാ. ആവശ്യത്തിന് എരിവും നല്ല വെളുത്തുള്ളിയുടെ മണവും ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ മേലൊന്ന് തൂവി കൊടുക്കാം. ഞാൻ തൂവി കൊടുക്കണില്ല. ഇവിടെ എൻ്റെ ചേട്ടന് അധികം വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാട്ടാ.
അപ്പൊ ഞാൻ അവർക്ക് പാലും കേക്കൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ. ഞായറാഴ്ച എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നെന്ന് പറഞ്ഞില്ലേ, അവർ കൊണ്ടുവന്നതാട്ടോ ഈ കേക്ക്. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അവർ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മക്കൾ മുന്നേ ഒരു കഷ്ണം എടുത്ത് കഴിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്കിത് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണെങ്കിൽ മഴ പെയ്യുന്ന കാരണം കുളിക്കാനൊന്നും കൂട്ടാക്കണുണ്ടായിരുന്നില്ല. അന്നമ്മയും അന്നപ്പനൊന്നും കുളിച്ചിട്ടില്ല കേട്ടോ സ്കൂളിൽ നിന്ന് വന്നിട്ട്. മഴ പെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര തണുക്കൂത്രേ. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഞാനും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. അന്നമ്മ കുളിന്ന് വന്നു. അന്നമ്മക്ക് ഫിസിക്സിന്റെ മാർക്കൊക്കെ കിട്ടി. നല്ല മാർക്കൊക്കെയാണ്. 9 കിട്ടിയേ. കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ആദ്യം ആൻ്റപ്പനും തല്ലുകൂട്ടാണ്. തല്ലുകൂട്ടം കഴിഞ്ഞ് വരുന്ന കോലം. മുറുക്കിനെന്താ പറയാ? മുറുക്കെന്ന് പറഞ്ഞേ പറയേ. മുറുക്കിനെ പറഞ്ഞേ മുറുക്ക് മുറുക്ക് മുറുക്ക്. അവൻ ഇന്നലെ വരാട്ടാ 2-3 ദിവസം മുന്നേ വരെ മുറുക്കിന് മുക്കറ് നമ്മ പറഞ്ഞോണ്ടിരുന്നേ. ഇപ്പൊ എന്താ പറയണേ? എന്താ പറയാ? മുക്ക്. അങ്ങനെ ആദൂട്ടിന്റെ പാല് കുടിച്ചു, ആദൂട്ടൻ കേക്ക് കഴിച്ചു, അന്നമ്മയും കഴിച്ചു, ആന്റെ പിന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ആദൂട്ടൻ ഉക്കുലിൽ ഒരു പാട്ട് പഠിച്ചില്ല, ഒരു തുമ്പിയുടെ പാട്ട്. പാട്ടി അങ്ങനെയല്ലല്ലോ. ഞാനൊരു തുമ്പിയെ കണ്ടു. സൂപ്പറായിട്ടില്ലേ പാട്ട്? അതുകൊണ്ട് പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. ആദൂരിനോട് വിശേഷം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ മീൻ വറുക്കാൻ മറന്നുപോയി. അപ്പോൾ കൊഴുവൊക്കെ ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വറുക്കാണ്. നമ്മൾ മീൻ വറുക്കുമ്പോഴേ എപ്പോഴും കറിവേപ്പില അതിനെ മേലിട്ട് കൊടുത്താൽ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. ചിലർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ടാണ് മീൻ വറുക്കുക. ഞാൻ കൊഴുവ വറുക്കുമ്പോഴേ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ ഇങ്ങനെ സവാള അവസാന ടൈമിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കും. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടൊന്ന് വാടും ഈ സവാള. അപ്പോൾ ഭയങ്കര രസമാണ് ആ വെളിച്ചെണ്ണയും സവാളയും മീനും കൂടി കഴിക്കാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. കണ്ടോ, പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സിങ്കിൽ പാത്രങ്ങളൊക്കെ നിറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരുപാട് പാത്രം വേണം കുക്കിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ചേട്ടൻ പറയും, നീ അധികം പാത്രമൊന്നും എടുക്കല്ലേ, നിനക്ക് തന്നെ പണിയാവും. അപ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ തിരക്കിൽ ചെയ്ത് വരുമ്പോൾ കുറേ പാത്രങ്ങളാവും കേട്ടോ. അപ്പോൾ സ്റ്റൗവിൻ്റെ ചൂടൊക്കെ പോയി. അപ്പോൾ ഞാൻ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചിടാണ്. അപ്പോൾ കൈയോടുകൂടി തന്നെ നീറ്റായിട്ട് കിടക്കുമല്ലോ. വീഡിയോ ഇത്രയ്ക്കുള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. See you. Annama, Annama, va?